മമ്മി 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 എന്താ മോളെ? ആ വാൻ അവിടെ നിന്ന് നിൽക്കുന്നു. ഏത് വാൻ? ഞാൻ പറഞ്ഞ വെളുത്ത മാരുതി വാൻ. നമുക്ക് ഉടനെ പോലീസിനെ വിളിക്കണം. റോഡിൽ കൂടെ പല വണ്ടികളും പോകും. അതിന് നീ പേടിക്കുന്ന എന്തിനാ? നോ മമ്മി, ഒന്ന് അവിടെ വന്ന് നോക്കൂ പ്ലീസ്. എവിടെ? ദാ അവിടെ. എന്നിട്ട് എവിടെ? അയ്യോ, വണ്ടി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ, ഞാൻ കണ്ടതാ മമ്മി. വണ്ടിയില്ല, ഒരു കുന്തവുമില്ല. ഇതൊക്കെ നിന്റെ വെറും തോന്നല. നീ വാ. ആ വാനിന്റെ നമ്പറോ മറ്റു ഡീറ്റെയിൽസോ ഒന്നും നിങ്ങൾക്കറിയില്ല അല്ലേ? എനിക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല സർ. ഒരു കാര്യം ഉറപ്പാണ്, എന്നെ ഫോളോ ചെയ്തത് അയാൾ തന്നെയാണ്. നിങ്ങൾ വല്ലാതെ ഭയന്നിരിക്കുന്നു. കുറച്ച് ധൈര്യമൊക്കെ വേണ്ടേ? അയാളെ ഉടനെ അറസ്റ്റ് ചെയ്യണം സർ. എന്റെ രഞ്ജിയെ കൊന്നത് അയാൾ തന്നെ. ആരെ അറസ്റ്റ് ചെയ്യണം? നിങ്ങൾ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഇവിടെ വൈറ്റ് മാരുതി വാനുള്ള എല്ലാരെയും അറസ്റ്റ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് പ്രാക്ടിക്കലി ഇംപോസിബിൾ. സർ, ഈ കേസിൽ അനാസ്ഥ കാണിക്കരുത്. പണവും സ്വാധീനവും ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാൻ അവർ ശ്രമിക്കും. പോലീസുകാർ കൈക്കൂലി വാങ്ങി കേസ് ഒതുക്കി തീർക്കുന്നവരാണെന്ന് ഓർമ്മിപ്പിക്കുകയാവും മാഡം. നിങ്ങൾക്ക് പോകാം. മറ്റൊന്നും ഉദ്ദേശിച്ചല്ല ഞാൻ പറഞ്ഞത്. രഞ്ജിയുടെ മരണം കഴിഞ്ഞ് ഇത്ര ദിവസമായിട്ട് പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ കഴിഞ്ഞില്ല എന്നല്ലേ? എല്ലാവർക്കും എളുപ്പത്തിൽ കുറ്റപ്പെടുത്താവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണല്ലോ പോലീസ്. സംശയത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരാൾ ചിലപ്പോൾ യഥാർത്ഥ കുറ്റവാളി ആയിരിക്കണമെന്നില്ല. ഞാൻ വേണ്ടത് ചെയ്തോളാം, നിങ്ങൾ പൊയ്ക്കോളൂ. എന്താടി, എന്തു പറ്റി? എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ ഇത്ര പെട്ടെന്ന്? ഒന്നും പറയണ്ട, ആകെ കുഴപ്പമായി. എന്താ? അന്ന് ഞാൻ ഇവിടുന്ന് വീട്ടിലേക്ക് പോയില്ലേ, അപ്പൊ എന്റെ രഞ്ജിയെ കൊന്നവൻ മാരുതി വാനിൽ എന്നെ ചേസ് ചെയ്തു. അത് അവന്റെ വാൻ തന്നെയാണെന്ന് നിനക്കെങ്ങനെ മനസ്സിലായി? വീട്ടിൽ ചെന്നപ്പോൾ അതേ വാൻ വീട്ടുപടിക്കൽ, പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അവിടെയും. അതൊക്കെ നിന്റെ തോന്നലായിരിക്കും. പിന്നെ റോഡാകുമ്പോ കാറും വാനും ഒക്കെ പുറകെ വരില്ലേ? പിന്നെ സ്റ്റേഷനിൽ പോയിട്ട് SIയോട് വിവരം പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞത് അങ്ങേർക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു. അന്വേഷിക്കാൻ പോലും. ഇനിയിപ്പോ എന്ത് ചെയ്യും? വീട്ടിൽ പോകാനും പറ്റില്ലല്ലോ. അതെന്താ? ഇനി ആ വാൻ എന്റെ പുറകെ വന്നാലോ? ആകെ പേടിയായിരിക്കുന്നു. മനസ്സിന് ഒരു സമാധാനമില്ല. നീ പേടിക്കാതെ, ഞാൻ ഓഫീസിൽ പോയി വന്നിട്ട് നമുക്ക് ഒരുമിച്ച് വീട്ടിലേക്ക് പോകാം. ഓക്കെ? ചായ അവിടെ വച്ചേക്കൂ. എന്താ? ഞാൻ ഒരു കാര്യം ചോദിച്ചാ കുഞ്ഞെന്നെ കളിയാക്കരുത്. എന്താ? അതെ, ഞാനിന്ന് ഹോസ്റ്റലിൽ വന്നപ്പോ കവിളത്ത് കാക്കപ്പുള്ളി ഉള്ളൊരു പെൺകുട്ടിയെ കണ്ടല്ലോ. കവിളത്ത് കാക്കപ്പുള്ളിയുള്ള പെൺകുട്ടിയോ? ആ ഓഫീസിന്റെ അടുത്ത് നിന്നിരുന്ന. അത് ഞങ്ങളുടെ വാർഡനല്ലേ, അവർക്കൊരു 10-45 വയസ്സെങ്കിലും കാണും. ജനനത്തീയതി വെച്ച് വയസ്സ് കണക്കാക്കരുത്. അവരെ കണ്ട 10-25 വയസ്സേ തോന്നും. പാറ്റോനിപ്പോ എന്താ അറിയണ്ടേ? അതെ, അവര് കല്യാണം കഴിച്ചിട്ടുണ്ട്? ഇല്ല. എന്തേ ചോദിക്കാൻ? എനിക്ക് ആ കുട്ടിയെ കണ്ടപ്പോ, ആ കുട്ടിയുടെ ശാലീനത കണ്ടപ്പോ ഒരു മോഹേ, ഒന്ന് കിട്ടിയാലോന്ന്. എന്നാലേ ആ കാക്കപ്പുള്ളി വിവാഹം കഴിച്ചതാ, പക്ഷെ ആ ഭർത്താവ് മരിച്ചുപോയി. മരിച്ചുപോയോ? അത് നന്നായി. കാക്കപ്പുള്ളി ഭർത്താവിനെ വിഷം കൊടുത്തു കൊന്നതാണെന്നാ നാട്ടിലൊക്കെ പറയുന്നത്. എന്റെ ഈശോ, കാക്കപ്പുള്ളി ഇപ്പൊ കൊലപ്പുള്ളി അല്ലേ?
എന്താ ഇവൻ വല്ല വിട്ടിത്തം വിളിച്ചു പോയോ? മോളെ എന്തിരിപ്പാ നീ ഇരിക്കുന്നത്? മോളെ പമ്മീലി ഒന്ന് പുറത്തേക്ക് വിളിച്ചോണ്ട് പോകൂ. അവളിവിടെ കുത്തിയിരുന്ന് ഓരോന്ന് ചിന്തിച്ച് മനസ്സ് ചീത്തയാക്കും. എന്നാ പിന്നെ ഞാനും കൂടി പോവാം. എനിക്ക് ഇവിടെ നിന്ന് ബോർ അടിച്ചു തുടങ്ങി. തനിക്കും ബോറടിച്ചോ? അതിനല്ലേ ശമ്പളം തരുന്നത്. ഞങ്ങൾ പോയിട്ട് വേഗം വരാം മോളെ. നമുക്ക് പോകാം. ആ ഈ സ്വിമ്മിംഗ് അല്ലാതെ ഹെൽത്ത് ക്ലബ് ഉണ്ടോ? കുട്ടിക്ക് ഇപ്പൊ എന്താ വേണ്ടത്? നല്ല ആരോഗ്യം ഉണ്ടാവണല്ലേ? ആ അതെ. പറയുന്നോണ്ട് എന്തെങ്കിലും തോന്നരുത്. പമീല കുഞ്ഞെ പറയട്ടെ, ഒന്ന് പറഞ്ഞു തൊലിക്ക്. നല്ല ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആ കാളിക്കുട്ടി ഇല്ലേ? ഏത് കാളിക്കുട്ടി? നമ്മുടെ ചാത്തന്റെ മോള്. അവളുടെ ആരോഗ്യം ഇവിടത്തെ ഒരൊറ്റ കൊച്ചമ്മമാർക്കില്ല. എന്താ അതിന്റെ രഹസ്യം? അറിയില്ല. അവള് പാടത്ത് ഇഷ്ടികളത്തിൽ കൂലിപ്പണിക്ക് പോവാ. മോളെ ഞാൻ അവിടെ കൊണ്ടാക്കട്ടെ. ഇങ്ങനെയല്ല നീന്തേണ്ടത്. ആ വന്നേ വന്നേ. കൈ രണ്ടും മുന്നോട്ട് ഇങ്ങനെ ആയ, എന്നിട്ട് കാല് പിന്നിലിട്ട് തല്ല. അങ്ങനെ പതുക്കെ പതുക്കെ നീന്ത. ഇനി ഇതല്ലാണ്ട് ഈ രണ്ടിന്റെ ഇടയില് ഈ എയറിൽ പോണ പരിപാടി. എന്റെ അയ്യോ പോണു. സാറ്റോ, സാറ്റോ, സാറ്റോക്ക് നീന്ത അറിയില്ലേ? സാറ്റോ, 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 സാറ്റോ. ഇനി ഈ തണുപ്പ് മാറണമെങ്കിൽ 2 പെഗ അകത്ത് ചെല്ലണം. Sit down. Stand up. Sit down. Stand up. ഓളെ പറ്റി അവിടുന്ന്. സ്റ്റാൻഡ് അപ്പ്. സ്റ്റോപ്പ് ഇറ്റ്. ഇവനാര്? ഡ്രിൽ മാസ്റ്റർ. സ്റ്റാൻഡ് അപ്പ് സിറ്റ് ഡൗൺ പറയാൻ. ബേർ. എന്താ വേണ്ടത്? നെപ്പോളിയൻ ഉണ്ടോ? ഉണ്ട് സാർ. പെഗിന് 60 രൂപ ആവും. അതല്ലടോ, എന്റെ കൂട്ടുകാരൻ നെപ്പോളിയൻ, ഇരിഞ്ഞാലക്കുടക്കാരൻ. എനിക്കറിയാം, ഞാൻ പുതിയ ആളാ. വേറെ നല്ല ക്വാളിറ്റി എന്തുണ്ട്? ജോണിഷ വന്നിട്ടുണ്ട്. മോണിഷ ഇവിടെ വന്നിട്ടുണ്ടോ? ആ വാടകട്ട് കുട്ടിയല്ലേ? ഒന്ന് വിളിക്കൂ, ഞാനൊന്ന് കാണട്ടെ, എനിക്ക് നല്ല ഇഷ്ടാ. അതല്ല സാർ, ഞാൻ ഡ്രിങ്ക്സിന്റെ കാര്യം പറഞ്ഞത്. ആ ഓ
താൻ പോയി നല്ല കത്തിച്ച കത്തുന്ന സൈസ് ഡബിൾ ലാർജ് ത്രിബിൾ എക്സ് റമ്മ് കൊണ്ടുപോവാ. എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ നോക്കട്ടെ. വെള്ളം ഒഴിക്കണ്ട കേട്ടോ. പെട്ടെന്ന് വാ. ഫാക്ടറി കാണുന്നില്ലല്ലോ. അയാൾ വന്നോളൂ, നീ വാ. അമീന കുഞ്ഞേ, ദേ, അയ്യോ, ദേ, അയ്യോ, ഒന്ന് നിന്നേ. ശ്ശെ. ഹലോ, പമീലയാണ് സർ. എന്തു വേണം? ഇന്നും ഞാൻ അവരെ കണ്ടു സർ. എവിടെ വെച്ച്? റെസിഡൻസി ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച്. എപ്പോ? അരമണിക്കൂറിന് മുൻപ്. എനിക്ക് ആകെ പേടിയാവുന്നു സർ. നിങ്ങൾ ഇങ്ങനെ എമോഷണൽ ആയാലോ? കുറച്ച് ധൈര്യമായിരിക്കും. രഞ്ജിയെ കൊന്നവൻ ആ ഗാങ്ങിലുണ്ട്, ഞാൻ കണ്ടതാണ്. ആ മാരുതിവാന്റെ നമ്പർ ഒന്നുകൂടെ പറഞ്ഞേ. ഓക്കെ, പറഞ്ഞാലോ ശരിയാണല്ലോ. ഞാൻ വേണ്ടത് ചെയ്തോളാം. ഇനി എന്തിനാ പേടിക്കുന്നത്? ഇപ്പൊ തന്നെ അവനെ പൊക്കും. നീ ഒന്ന് സമാധാനമായിരിക്കും പമ്മില. രഞ്ജിയെ കൊന്നവനെ അവർക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അവന്മാര് പോലീസിനെ സ്വാധീനിക്കുമെന്ന എന്റെ സംശയം. നീ എന്ത് ഫൂളിഷ്നെസ് ആണ് പറയുന്നത്? പോലീസിന്റെ ജോലി അവർക്ക് വിട്ടുകൊടുക്കൂ, അത് അവര് ചെയ്തോട്ടെ. ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ എവിടെ? അവിടെ റൈറ്റിലാണ് സാർ. ഞങ്ങള് മോളെ റെയിൽവേ സ്റ്റേഷനിൽ വിടാം. വെറുതെ ബസ്സിൽ കയറി എത്ര നേരം ഇരിക്കണം? അതാ ലതികെ നല്ലത്. സാറ്റു, എന്തോ? ഞങ്ങൾ ആ തോമാച്ചന്റെ വീട്ടു താമസത്തിന് പോവുക. വരാൻ കുറച്ച് വൈകും. രാത്രിയിൽ നീ എങ്ങും പൊയ്ക്കളയരുത്. മോൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ എവിടെ പോവാനാ? നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ. സാറ്റോ, ഇത് വെച്ചോളൂ. എന്തിനാ കുഞ്ഞ് എനിക്ക് പണം? ഇടയ്ക്ക് സ്മോൾ അടിക്കാൻ പൈസ വേണ്ടേ സാറ്റോ? വച്ചോളൂ. എനിക്ക് വേണ്ട. വാങ്ങിച്ചോ? വേണ്ടെന്നേ. വാങ്ങിക്കടോ, സന്തോഷത്തോടെ തരുന്നതല്ലേ. പോട്ടെ. കുഞ്ഞെ, ഞാൻ ഒന്ന് പുറത്തു പോയിട്ട് വരാം. വേണ്ട, താൻ വെള്ളം അടിക്കാൻ പോവല്ലേ? അല്ല അല്ലേ? അല്ല, മരിച്ചുപോയ എന്റെ മമ്മിക്കും ഡാഡിക്കും വേണ്ടി കുറച്ചു നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാനാ. പോണ്ടെങ്കിൽ പോണ്ട, ദൈവം എല്ലായിടത്തും ഉണ്ടല്ലോ, എന്നോട് കുഴിച്ചിട്ടോളാം. എന്നാ പൊയ്ക്കോ സാറ്റോ. എന്നാ പോയിട്ട് വെച്ചേ. ദേ നോക്ക്, നമ്മൾ ആ സ്വിമ്മിംഗ് പൂളിനടുത്ത് വെച്ച് കണ്ട പാർട്ടി വരുന്നുണ്ട്. ഇങ്ങനെ വിളിക്കേ. ഹലോ, വരൂ, നമുക്ക് അവിടെ ഇരിക്കാം. അവിടെയാ? ആ, ഞാൻ കസേര എടുക്കട്ടെ. ചേട്ടാ, ഇതോടെ കഴിക്കും. വേണ്ട, ആ കഴിക്കുക. കുടിച്ച പെശക. ആടി ചേട്ടാ,
എന്തെങ്കിലും പെശു വന്നാ ഞാൻ ചേട്ടനെ വീട്ടിലെത്തിക്കാൻ പോരെ. പമീൽ കുഞ്ഞ് അവിടെ ഒറ്റയ്ക്കാ. ആരാ പമീലെ കുഞ്ഞ്? ചേട്ടന്റെ മോളോ? മോളല്ല, എങ്കിലും എനിക്ക് മോളെ പോലെയാ. കുഞ്ഞിന്റെ മമ്മിയും ഡാഡിയും വീട്ടിലില്ല. അവര് പുരാമസത്തിന് പോയിരിക്കുക. എല്ലാം കഴിഞ്ഞു വരുമ്പോ നേരം വേഗം. എന്നാ ഒന്നുകൂടെ പൂശ. ആ പൂശ. മോളെ